രാമായണം കഴിഞ്ഞു, മഹാഭാരത കാലമായും തോന്നുന്നു. ഇപ്പോൾ പഴയ അരക്കില്ലം എന്ന് പറയുന്ന സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഉത്തർപ്രദേശിലെ ഒരു കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഇത് രാജ്യം അങ്ങോട്ട് പോകാൻ ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് നിരന്തരം നിലനിൽക്കുന്നു. ഇപ്പോഴെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. ഇതുപോലത്തെ ആയിരക്കണക്കിന് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുകൾ കിടക്കുന്നു. അപ്പോൾ അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജാരി മുസ്ലിങ്ങളെ ക്ലെയിം അത് അവരുടെ ഖബറിസ്ഥാനാണെന്നോ അങ്ങനെ എന്തോ ആണ്. അതെ, ഒരു സൂഫി വര്യൻ്റെ ഖബറായിരുന്നു. സൂഫി വര്യൻ്റെ ഖബർ. ഈ ഖബറാണെന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. പക്ഷേ പൂജ ചെയ്യുന്നുണ്ടെന്നും ഇതിൻ്റെ ലക്ഷണം കൊണ്ട് പൗരാണികമായ പ്രാധാന്യമുള്ളതാണെന്നും ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചു. ഇവരെന്താ ചെയ്ത ലക്ഷാഗ്രഹം, ഈ പഞ്ചപാണ്ഡവന്മാർ അരക്കില്ല അവിടെ ആയിരുന്നു സങ്കല്പം. എന്നാൽ അരക്കുകൊണ്ടൊന്നും അല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്, കല്ലും മണ്ണും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഇത് അരക്കിൽ അതിൻ്റെ പുറത്ത് ഒരു മകുടം പണിഞ്ഞു വെച്ചിരിക്കുന്നു. ഈ മകുടം പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിങ്ങളിലാണെന്നാണ് നിയമം, അവരുടെ നിയമം. അപ്പം നമ്മുടെ തലയിലൊരു മകുടം വെച്ച് കഴിഞ്ഞാൽ മകുടം നമുക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് തൊപ്പി വയ്ക്കും. തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ മുസ്ലിമാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കും. ഇഡലി പോലൊരു സാധനം ഉണ്ടാക്കി വെക്കും. മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭൂലോകത്ത് അയാളാണ് നമ്പർ 1. അയാളെ കഴിഞ്ഞ് ബാക്കിയുള്ളവരുള്ളൂ. എല്ലാ അവകാശങ്ങളും അയാൾക്കുള്ളതാണ്. ബാക്കിയുള്ളവർ വാക്കയൊക്കെ പൊത്തി അയാൾ എന്തെങ്കിലും എറിഞ്ഞു തന്നാൽ അത് തിന്നുകൊണ്ട് കഴിയണം. ഇതാണ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ളതല്ല. കോടതിയിൽ നിങ്ങൾ ഒരു സിവിൽ ഡിസ്പ്യൂട്ട്, തെളിവ്, സാക്ഷിമൊഴി, അത് ഇത് പാരമ്പര്യം എത്ര കാലം ചെയ്തുകൊണ്ടിരുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവരത് ഇയാളുടെ ആണെന്ന് പറഞ്ഞു, ആ പൂജാരിയുടെ ആണെന്ന് പറഞ്ഞു, കഴിഞ്ഞു, കേസ് കഴിഞ്ഞു. ഇതെന്താ ഇത്ര വലിയ സംഭവം? പക്ഷേ 600 വർഷമായിട്ട് മുസ്ലിങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരുന്നതാണ്. അല്ല, നിങ്ങൾ 6000 വർഷം കൈവശം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ ഭൂമി നിങ്ങളുടെ ആകുമോ? അതെങ്ങനെ പറയാൻ പറ്റും ഡിജി? ഇത് മഹാഭാരതമൊക്കെ നടന്നിട്ടുണ്ടെന്ന് വല്ല തെളിവുണ്ടോ? മഹാഭാരതം നടന്നതിൻ്റെ തെളിവല്ല, ഇയാൾ അവിടെ പൂജ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മനസ്സിലായോ? അരക്കില്ലോ ആണെന്നൊക്കെ പറഞ്ഞ് ലക്ഷഗ്രഹ അയാളുടെ സങ്കല്പം എന്തുമായിക്കോട്ടെ, അയാൾ അവിടെ പൂജ ചെയ്തിരുന്നു ഈ മനുഷ്യന്. ഇവർ വെറുതെ ഒരു ഫോൾസ് ക്ലെയിമാണ്. ഇവർ ഈ പറയുന്ന ദിവ്യൻ്റെ ഖബറൊന്നും അവിടെ ഇല്ല. ഇതിൻ്റെ മുകളിലൊരു മകുടം ആരോ വെച്ചിട്ടുണ്ട്. ഈ മകുടം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ ക്യാരക്ടറോ സർവേ നമ്പറോ ഒന്നും മാറുന്നില്ല. ശരി, ടീച്ചർ പറഞ്ഞ അതിന് ചിത്രം കണ്ടാൽ അറിയാം. 4 തൂണുമുണ്ട്, മുകളിലൊരു മകുടമുണ്ട്, ഇഡലി പോലിരിപ്പുണ്ട്. അതെ, ഈ സാധനം ഞങ്ങളുടെയാണ്. 600 കൊല്ലമായി എന്താ കള്ളം കട്ടുകൊണ്ടുപോയ സാധനം അയാളുടെ ആകുമോ? പക്ഷേ ടി ജി, ഒരു കാര്യം, കോടതികളിൽ ഈ സിവിൽ കേസുകളിൽ തീർപ്പാക്കാൻ ഒരുപാട് കാലം എടുക്കുമെന്നാണ് നമ്മളെ കണ്ടുള്ളത്. എടുക്കും. ഇത് എന്തോ 73 വർഷം ഏറ്റവും കഴിഞ്ഞിട്ടാണ് ഈ വിധി. പക്ഷെ അതൊന്നും ആരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഒരു അപേക്ഷ കൊടുത്തു, അപേക്ഷ കൊടുത്തു, ഉടനെ കൊടുക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആദ്യം സിവിൽ കോടതി അത് സർവേ നടത്താൻ പറയുന്നു, സർവേക്കെതിരെ ഹൈക്കോടതി പോകുന്നു, ഹൈക്കോടതി സ്റ്റേ കൊടുക്കുന്നില്ല, സുപ്രീം കോടതി. അത് വേറെയാണെന്ന്. ഇവിടെ കുഴിച്ചെടുക്കാനൊന്നുമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ASIയുടെ സർവേയോ സംഗതിയോ ഒന്നും വരുന്നില്ല. ഇറ്റ് ഇസ് എ സിമ്പിൾ ഡിസ്പ്യൂട്ട്. അത് നോക്കിക്കൊണ്ട് വിധി കൊടുത്തു. പക്ഷേ ഞാൻ മാധ്യമത്തിലെ ഔട്ട് ഓഫ് ഫോക്കസ് സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പം അജിംസ് ഒക്കെ പറയുന്നത് ഇന്ത്യൻ കോടതികളുടെ സ്വഭാവം മാറുന്നു. എനിക്കങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. ഇന്ത്യൻ കോടതി അജിംസിൻ്റെ കാല് പിടിക്കാൻ വരുന്നില്ല. അതാണ് അജിംസിൻ്റെ പരാതി. പോയി പണി നോക്കാൻ പറഞ്ഞു. ഈ ചെറുക്കന്മാർ ഇത് ഓരോന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ദേ ഡോണ്ട് നോ വാട്ട് ഈസ് എ കോർട്ട്, ദേ ഡോണ്ട് നോ ലോ, ദേ ഫീൽ ദേ ആർ ലോ അൺ ടു ദംസെൽവ്സ്. ശരീരത്തിലാണ് ഇന്ത്യ പോകുന്നതെന്നാണ് അവരുടെ ധാരണ. പോകണമെന്നാണ് അവരുടെ ആഗ്രഹം, അവരുടെ കമാൻഡ്. അത് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ കഴുതക്കാമം കരഞ്ഞ് തീർക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് തീർക്കായത്, അല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് ഈ പഴയ സാധനമൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി അതിൻ്റെ പിന്നാലെ നടക്കാതെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ? രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഇതും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്ത. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ജാനുവരി 31 ഡൽഹിയിൽ മെഹ്റോളിയിൽ ഒരു മസ്ജിദ് ഇടിച്ചു കളഞ്ഞു ബുൾഡോസർ വെച്ച്. അതിനും പഴക്കം 600 വർഷമാണ്. എന്താ ഇവർ ആം ആദ്മി പാർട്ടിയാണ് പൊളിച്ചത്? എന്താ മിണ്ടാഞ്ഞ്? പൊളിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. ഇവൻ്റെ അമ്മാച്ചനാണ്. അതുകൊണ്ട് പൊളിച്ചത് ആരാണ്, അവകാശി ആരാണെന്ന് നോക്കിയിട്ടാണ് ഇവർ ഈ തത്രം പയറ്റുന്നത്. അവിടെ ഒരു അമ്പലവും ഉണ്ടായിരുന്നില്ല, ഹിന്ദുക്കൾക്കൊരു ക്ലെയിമും ഉണ്ടായിരുന്നില്ല, ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല. DM സൗത്ത് ഡൽഹി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ, അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും കൂടെയാണല്ലോ. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരു കമ്മിറ്റി വെച്ചു. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട്, അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പള്ളി പൊളിക്കാൻ ഉത്തരവിട്ടു കമ്മിറ്റി. പൊളിക്കടാന്ന് പറഞ്ഞു.
ഇവർക്കൊരു കരച്ചിലും ഇല്ല, ഒരു വാർത്ത പോലും ആയില്ല. വാർത്ത പോലെ ഈ പറഞ്ഞ ഈ അജിംസോ ഗിജിംസോ ആരെങ്കിലും ഇതേപ്പറ്റി ചർച്ച ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ പാർട്ടി പൊളിച്ചാൽ നിങ്ങൾക്ക് എന്താ സംഖ്യ? അപ്പം അത് പറ. അപ്പം നിങ്ങൾക്ക് വിഷമം ഈ യോഗി ആദിത്യനാഥ് പൊളിക്കാൻ പാടില്ല, പുഷ്കർ ധാമി പൊളിക്കാൻ പാടില്ല, വേറെ ആരും പൊളിക്കാൻ പാടില്ല. അവരുടെ സ്വന്തക്കാരുണ്ട്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇവരൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു കുഴപ്പമില്ല. ഇപ്പം ഈ കരച്ചിൽ കള്ളക്കരച്ചിലാണ്. ഈ ഓരോ പള്ളിയുടെയും കാര്യത്തിൽ അവർ കരയണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ പള്ളി പൊളിക്കുന്നത് ആരെന്നുള്ളത്. പക്ഷേ ഇടതുപക്ഷം ചോദിക്കുന്നൊരു വലിയ ചോദ്യമുണ്ട്. ഈ പള്ളിയെല്ലാം പൊളിച്ച് അമ്പലം പണിതാൽ പട്ടിണി മാറുമോ? ആ പട്ടിണി മാറും. അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാകും, മനുഷ്യന് ജോലി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകും. ഇതെൻ്റെ നാടാണ്, ഇതെനിക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് വരും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഭൂമി അവകാശം വീതിച്ചു കൊടുത്തത്? എന്തുകൊണ്ടാണ് ഭൂമി വെറുതെ വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറയുമോ? ഇല്ലല്ലോ. അവിടെ കൃഷി ചെയ്യണ്ടേ? കൃഷി ചെയ്യുന്നവന് ഇത് എൻ്റെ ഭൂമിയാണെന്നുള്ള തോന്നലുണ്ടായാലേ അവൻ കൃഷി ചെയ്യുള്ളൂ. വല്ലവൻ്റെ ഭൂമിയിൽ വഴിപാട് കൃഷി ചെയ്യും. ഇത് CPM തന്നെ അംഗീകരിച്ച പ്രിൻസിപ്പിൾസാണ്. കമ്മ്യൂണിസം എടുത്ത് ഭരണത്തിൽ വെച്ചാൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. രാജ്യം ഹിന്ദുക്കൾക്ക് കൊടുത്ത് ഹിന്ദുരാഷ്ട്രം ആക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഹിന്ദുരാഷ്ട്രം ആക്കാനൊന്നുമില്ല, ഇത് ഹിന്ദുരാഷ്ട്രമാണ്. ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടപ്പാ. ഇത് ഹിന്ദുരാഷ്ട്രമാണ്, മതേതര രാജ്യമാണ് ഇന്ത്യ. ഈ മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഹിന്ദു ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് വല്ല മതേതരത്വം ഉണ്ടോ? 57 മുസ്ലിം രാജ്യങ്ങളുണ്ട്. എവിടെയെങ്കിലും മതേതരത്വം ഉണ്ടോ? ഒരെണ്ണത്തിൽ കാണിച്ചു തന്നാൽ മതി. ഇന്തോനേഷ്യ ഉണ്ട്. ഇന്തോനേഷ്യയിൽ മതേതരത്വം ഉണ്ടോ? ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത്. അല്ലാഹു എന്നുള്ള പേര് മുസ്ലിങ്ങളല്ലാതെ വേറെ ആരും ഉച്ചരിക്കാൻ പാടില്ല എന്ന് നിയമം പാസ്സാക്കിയ സ്ഥലമാണ് ഇന്തോനേഷ്യ. അവിടെ ഞങ്ങൾ ഈ കറൻസിയിൽ നിങ്ങൾ ഹിന്ദു ദേവതയുടെ നോട്ടൊക്കെ അടിച്ചിരുന്നു. ഗരുഡ എയർലൈൻസ് ഉണ്ട്. അത് രാമായണത്തിൻ്റെ പാരമ്പര്യത്തിൽ അവരങ്ങ് ചെയ്യുന്നതാണ്. അത് മതേതരത്വത്തിൻ്റെ അടയാളമൊന്നുമല്ല. പാരമ്പര്യം അവർ തള്ളിക്കളഞ്ഞിട്ടില്ല, ഇവർ തള്ളിക്കളയുന്ന പോലെ. ഇവർക്ക് രാമൻ ഇവരുടെ പൂർവികൻ പോലും അല്ലല്ലോ. അത്രയും ഇന്തോനേഷ്യ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ മതേതര രാജ്യമൊന്നുമല്ല ഇന്തോനേഷ്യ. അല്ല, അവർ പറയുന്നത് അങ്ങനെയാണ്. ഇന്തോനേഷ്യ ഉണ്ട്. അല്ല, ഈ ഇന്തോനേഷ്യയിൽ നിങ്ങൾ ഹനുമാൻ്റെയോ ഗരുഡൻ്റെയോ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് മതേതരത്വം ആകുന്നില്ല എന്ന്. മതേതര രാജ്യമാണെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, വേണ്ടേ? ഇത് ഇന്തോനേഷ്യയിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവരുടെ പാരമ്പര്യം അവർ കളഞ്ഞിട്ടില്ല. പണ്ട് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു, പിന്നെ കൺവേർട്ട് ചെയ്തവരാണ് എന്ന് പറയാൻ അവർക്ക് നല്ല തന്തയ്ക്ക് പിറന്നതാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇവർക്ക് അതുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്, 600 കൊല്ലം തന്നെ പഴക്കമുള്ളതാണ് മെഹ്റോളിയിലെ പള്ളി. ജാനുവരി 31 അധികം പഴക്കമൊന്നുമില്ല. അതെ അതെ. ദിവസം ഇപ്പോൾ എത്രയായി? 5-6 ദിവസമായുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് പത്രത്തിൽ ബുൾഡോസർ വെച്ചാണ് അത് പൊളിച്ചത്. പത്രത്തിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഡൽഹി ഹൈക്കോടതിയുടെ പഴയൊരു ഉത്തരവുണ്ട്, അത് മാർക്ക് ചെയ്ത് സംരക്ഷിക്കണം, അവിടെ ഡിസ്പ്യൂട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരുന്നു. ആ സ്റ്റേ ഓർഡർ എന്തുകൊണ്ട് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സർക്കാർ ടു സർക്കാരാണ് ഈ ഫൈറ്റ് നടക്കുന്നത്. ഫൈറ്റ് പോലും അല്ല. കോടതി പറഞ്ഞു, എന്താടോ ഞാൻ ഒരു സ്റ്റേ ഓർഡർ തന്നു മറന്നുപോയോ, എന്താ അത് പൊളിച്ചു കളയാൻ കാര്യം? ഇപ്പോൾ സർക്കാർ പറയും, അയ്യോ ആ സ്റ്റേ ഓർഡർ ആരും ഗൗനിച്ചില്ല, അത് മാപ്പാക്കണം. ഇത് പക്ഷേ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടതാണ്. വേണ്ടതാണെങ്കിൽ ശരി, ഇത്രയേ ഉള്ളൂ. കാരണം ഇവർ കരയുന്നില്ല, ഇവർ ബഹളം വയ്ക്കുന്നില്ല. ഇതുപോലെ ജ്ഞാനവാപിയിൽ നോക്കിക്കോ. ജ്ഞാനവാപി കേസ് വന്ന് അവിടെ അത് കോർഡൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു, ശിവലിംഗമുള്ള ഏരിയ. ഇപ്പോൾ അവിടെ പൂജ ചെയ്യാൻ പറഞ്ഞു. ഒരു നിലവറയിൽ പൂജ അനുവദിച്ചു. ഈ പൂജയ്ക്ക് എത്ര ഹിന്ദുക്കൾ കൂടി? സാധാരണ കൂടുന്ന പോലെ കൂടി 10-50 ആളുണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. അതേസമയം ആ വെള്ളിയാഴ്ച ജ്ഞാനവാപി പള്ളിയിൽ നിസ്കാരത്തിന് സാധാരണ വരുന്നത് 100-150 പേരാണ്. ആ ദിവസം വന്നത് 4000 പേരാണ്. അപ്പോൾ ആൾക്കൂട്ടത്തെ കണ്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കാര്യം നേടാമെന്നാണ് ഇപ്പോഴും ഇസ്ലാമിക ശക്തികൾ വിചാരിക്കുന്നത്. ഇപ്പോഴും ഹിന്ദുക്കൾ ഈ 150-ന് പകരം ഒരു 15,000 പേര് കൂടിയിരുന്നെങ്കിലോ എന്തായിരിക്കും അവിടെ സ്ഥിതി? അതെ. രാമജന്മഭൂമി 1992 ഡിസംബർ 6 അവിടെ കൂടിയത് 3 ലക്ഷം പേരാണ്. കൺവെൻഷണൽ എസ്റ്റിമേറ്റ് 3 കൂടുതൽ വരാം, എന്നാലും 3 ലക്ഷം. 3 ലക്ഷം പേര് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ജ്ഞാനവാപിയിൽ 3 ലക്ഷം ഹിന്ദുക്കൾ കൂടിയിരിക്കുന്നു. ഇതിപ്പോൾ പൊളിച്ച് ഞങ്ങൾ അമ്പലം പണിയാൻ പോവാണ് എന്ന് പറയുന്നു. വാട്ട് വിൽ യു ഡു? ആൾക്കൂട്ടം കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുകയാണ് ഹിന്ദുവിനെ. ആൾക്കൂട്ടം ഹിന്ദു വിചാരിച്ചാലും സാധിക്കും. ശബരിമല ഒരു സീസണിൽ വന്നിട്ട് പോകുന്നത്
ഏകദേശം 5.5 കോടി ആൾക്കാരാണ്, ഓർക്കണം. അയ്യപ്പൻ മാത്രം വിചാരിച്ചാൽ 5.5 കോടി ആൾക്കാരെ അങ്ങേരിയിരിക്കുന്ന മലമുകളിലേക്ക് കയറ്റുന്നുണ്ട്. കാട്ടിൽ കല്ലും മുള്ളും ചവിട്ടി മഞ്ഞും മഴയും സഹിച്ച് 5.5 കോടി ഉറുമ്പ് പോലെ ഇങ്ങനെ ക്യൂവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 10-18 മണിക്കൂറൊക്കെ അസ്വസ്ഥരാണ്. അങ്ങനെ നിൽക്കുന്നവനാണ് ഹിന്ദു. അവനെ തൊപ്പി കാണിച്ചും മകടം കാണിച്ചും പേടിപ്പിക്കരുത്. മര്യാദയ്ക്കായാൽ മര്യാദയ്ക്ക്, മര്യാദ കെട്ട് കഴിഞ്ഞാൽ അതിലും ഹിന്ദുവിന് പേടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നത്. മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമോ? ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറുണ്ടാവും ഈ അജീംസിൻ്റെയൊക്കെ തല. രാവിലെ എണീറ്റ് തപ്പി നോക്കണം ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ടി ജി പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് ഹിന്ദു രാഷ്ട്രമാക്കാൻ പ്രഖ്യാപനമൊന്നും വേണ്ട. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു സിവിലൈസേഷനാണ്, ഹിന്ദു കൾച്ചറാണ്. ദാറ്റ് ഈസ് വൈ യു ആർ അലൈവ്. അല്ലെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് തീയിട്ട് കളയും. വേറെ ഏതെങ്കിലും നാട്ടിൽ പോകാത്തത് എന്താ? ഇവരുടെ സ്വർഗരാജ്യമാണല്ലോ പാലസ്തീൻ. ഒന്ന് ചെല്ലാം അങ്ങോട്ട്, ദൂരം അറിയും. പാണക്കാട് ശിഹാബദങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആരാന്ന് എന്ന് ചോദിച്ചാൽ ആദ്യം ഇയാളെ വെടിവെക്കും, പാലസ്തീൻകാരൻ. അല്ല, പാണക്കാട് തങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഭൂരിപക്ഷ ജനതയുടെ ആഗ്രഹമാണ് രാമക്ഷേത്രം. അതിൽ നമ്മൾ ആ മനുഷ്യന് ഞാൻ പറഞ്ഞിട്ട് ട്രഡീഷണലി അവർ തലയ്ക്കുള്ള ആൾക്കാരാണ്. മണത്തണ സംഭവത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ അമ്പലത്തിൻ്റെ ഘോഷയാത്ര പോയി കൂടാന്നൊക്കെ പറഞ്ഞുള്ള തർക്കമായിരുന്നു. ആ തർക്കം തീർത്തത് പി പരമേശ്വരനും നമ്മുടെ ഈ ബാഫക്കി തങ്ങളും കൂടെയാണ്. അപ്പോൾ ബാഫക്കി തങ്ങൾ, അതിനുശേഷം PMSA പൂക്കോയ തങ്ങൾ, അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ പിന്നെ ഇദ്ദേഹം, ഇതിനു മുമ്പുള്ള തങ്ങന്മാരും ഒക്കെ ഇവരെല്ലാം സമാധാനപ്രിയന്മാരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഭൂരിപക്ഷം ഹിന്ദുക്കളാണെന്ന് അവർക്കറിയാം. അവർക്കും ചില അവകാശങ്ങൾ അനുവദിച്ച് കൊടുക്കേണ്ടതാണ്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് പറയുന്ന ജന്തു ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് പണ്ട് AK ആൻ്റണിയെ തൂക്കിക്കൊന്നത്. 2 തവണ പറഞ്ഞു AK ആൻ്റണി. 2 തവണയും മുഖ്യമന്ത്രി സ്ഥാനം പോയി. ഒന്ന് മത്തായി മാഞ്ഞൂരാൻ പ്രഭാഷണം, അതിൽ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ വല്ലാതെ മസിൽ പഠിപ്പിക്കരുത്, ഭൂരിപക്ഷവും ഇവിടെയുണ്ട്, അവരുടെ കാര്യവും പരിഗണിക്കണം, വല്ലപ്പോഴും ഒക്കെ അവർക്കും വഴങ്ങി കൊടുക്കണം. അതിൻ്റെ പേരിൽ ബഹളമൊക്കെ ആയി ആൻ്റണിയുടെ സ്ഥാനം പോയി. പിന്നെ പറഞ്ഞത് പുഷ്പഗിരി മാനേജ്മെൻറ്റ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ തർക്കം മൂത്ത് കഴിഞ്ഞപ്പോൾ ആൻ്റണി ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് കൈയൊക്കെ ചുരുട്ടി ഇങ്ങനെ പതിവില്ലാത്ത ശരീരഭാഷയോടെ പറഞ്ഞു, പുഷ്പഗിരി മാനേജ്മെൻറ്റ് ഈ നാട്ടിൽ ഒരു സാമുദായിക കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മന്ത്രിസ്ഥാനം പോയി. ഇതിനൊക്കെ ഉമ്മൻചാണ്ടി, ഇവരൊക്കെ ഇപ്പോൾ വലിയ ദിവ്യനാണല്ലോ ഉമ്മൻചാണ്ടി. മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം ദിവ്യത്വം കിട്ടിയൊരു മനുഷ്യനും അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ചീത്ത പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല. ഒരു പത്രലേഖൻ എന്നോട് പറഞ്ഞു, 18 വർഷമായി ഞാനും ചേട്ടനും തമ്മിൽ ബന്ധമുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരു നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടിക്ക് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാനിത് പുറത്താരോടും പറയാൻ പോയില്ല, അശ്ലീല. അയാളെന്താ വന്നിട്ട് പോയെന്ന് എൻ്റെ ഭാര്യ വരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങളിടയ്ക്ക് കാണാറുള്ളതല്ലേ എന്ന് പറഞ്ഞു വിട്ടു. ചെയ്യരുതല്ലോ ഞാൻ, എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്തൊരു കാര്യം. പക്ഷേ ഈ മനുഷ്യൻ എന്നോടൊന്നും നമ്മൾ പറയുകയുമില്ല, അതും സത്യമാണ്. അപ്പോൾ അത്രയധികം വിശ്വാസമുള്ള ആൾക്കാർ പോലും ഉമ്മൻചാണ്ടിയെ പറ്റി വേണ്ടാതിനും പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ കഷ്ടം, എത്ര മഹാനായിരുന്നു. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ആൻ്റണിക്ക് ശരിക്കും പാര വെച്ചിട്ടുണ്ട്. ആൻ്റണി തിരിച്ചും വെച്ചിട്ടുണ്ട്. 78 അപ്രതീക്ഷിതമായിട്ട് കരുണാകരൻ രാജിവെച്ചിട്ട് ആൻ്റണി മുഖ്യമന്ത്രിയാകുക ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈക്കിലയില്ലാതെ ഉമ്മൻചാണ്ടി എടുത്ത് പുറത്ത് കളഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടാണ്. രാത്രിയിൽ മന്ത്രിസഭാ പുനഃസംഘടന, പിറ്റേ ദിവസം പത്രത്തിൻ്റെ ഹെഡ്ലൈൻ മന്ത്രിസഭാ പുനഃസംഘടന, ഉമ്മൻചാണ്ടി പുറത്ത്. തൊഴിൽ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മൻചാണ്ടിയോടും ചേർത്ത് രാഷ്ട്രീയം അങ്ങനെ അങ്ങ് പോയി. ഈ പറഞ്ഞ മരിച്ചു കഴിഞ്ഞ് മഹാനാകുകയൊക്കെ ചെയ്തു. ഇതെല്ലാം ഈ നടക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെയും കൂടെ ചെലവിലാണ് എന്ന് AK ആൻ്റണിക്കറിയാം. അതുകൊണ്ട് AK ആൻ്റണി പറഞ്ഞു, നമ്മൾ ഈ കളി കളിക്കുന്നത്, AK ആൻ്റണി കത്തോലിക്കനാണ്, ഉമ്മൻചാണ്ടി ഓർത്തഡോക്സാണ്, രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്, രണ്ടുപേരും അധികാരക്കളി കളിക്കുന്നു. ഇവരുടെ മാസ് ബേസ് ഏതാ? ഹിന്ദുക്കളാണ്. ഇത് ആൻ്റണിക്ക് അതിൻ്റെ ഒരു നന്ദി ഉള്ളിലുണ്ട്. ചെയ്യരുത് കേട്ടോ, ആ കണ്ടമാനം അവരെ ദ്രോഹിക്കരുത്. ഇതാണ് മത്തായി മാഞ്ഞൂരാൻ പ്രസംഗത്തിൽ വന്നത്, ഇതാണ് പുഷ്പഗിരി മാനേജ്മെൻറ്റ് കാര്യത്തിൽ വന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ പാണക്കാട് ശിഹാബ് അലി അല്ല, പാണക്കാട് തങ്ങൾ, അതിൻ്റെ പേരെനിക്ക് തിരിഞ്ഞു പോകും പലപ്പോഴും.
പാണക്കാട് തങ്ങൾ പറഞ്ഞത് ഇതാണ്. ഇത് കേൾക്കാൻ പോലും ആരും തയ്യാറല്ലെങ്കിൽ ഇവർ ഈ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി ഈ പറഞ്ഞ ജിംസ് ദാവൂദ് ഇവരൊക്കെ കൂടെയാണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അഡ്രസ്സില്ലാതെ പോകും, ഇവർക്ക് അഡ്രസ്സില്ലാതെ പോകും. മുസ്ലിം സമുദായം ഇവരുടെ കൂടെ ഒന്നും അല്ല അവർ സ്വപ്നം കാണണ്ട, അതില്ല. പക്ഷെ ഒരു പുതിയ പ്രപ്പോസൽ വീണ്ടും ഗോവിന്ദ് ദേവഗിരി മഹാരാജ് നമ്മുടെ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ട്രഷറർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാശിയും മധുരയും കൂടി തന്നാൽ ഈ ആവശ്യങ്ങൾ ഹിന്ദു സമൂഹം മറക്കുമെന്ന്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഈ ഹിന്ദു സമൂഹത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ അത് ഇന്ന രീതിക്ക് പോകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഈ മാന്യൻ മാത്രമല്ല, സുബ്രഹ്മണ്യൻ സ്വാമി ഇതിൻ്റെ നമ്മുടെ 91 ആക്ട് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കാശിയും മധുരയും കൂടെ തന്നാൽ മതി, ബാക്കി ക്ലെയിംസ് ഒന്നും ഞങ്ങൾക്കില്ല എന്നാണ്. ആദ്യത്തെ ചോദ്യം മറ്റ് ഭാഗത്തുനിന്ന് വരുന്നത്, ആരെ ഈ സ്വാമി ഇത് 2 മതി എന്ന് പറയാൻ? ഞങ്ങൾക്കിത് കൂടുതൽ വേണം, ഞങ്ങളിൽ തെളിവുണ്ട്. എന്തു ചെയ്യും? സ്വാമിയാണെങ്കിലും പൂജാരിയാണെങ്കിലും RSS ആണെങ്കിലും ഹിന്ദു സമാജത്തിൻ്റെ ബോസാണ് എന്ന് പറയാൻ ആരുമില്ല. അഥവാ എല്ലാവരും ബോസാണ്, വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാടാണ്. ഒരു ലീഗൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ഹിന്ദു ഉപയോഗിച്ചിരിക്കും. ഡെസ്പൈറ്റ് RSS, വിശ്വ ഹിന്ദു പരിഷത്ത് ഓർ സുബ്രഹ്മണ്യൻ സ്വാമി ഓർ BJP. നീതി കിട്ടും വരെ സ്വാഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും. അത് തുടർന്നുകൊണ്ടിരുന്നു ഇവരെല്ലാം. ഇവരൊക്കെ എന്താ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ കോടതി പോയത്? ഇപ്പം ഈ ലക്ഷാഗ്രഹം കൊടുത്തത്, ആ കേസ് കൊടുത്തതാരാ? അയാൾ ആരും RSSകാരനാണോ വിശ്വ ഹിന്ദു പരിഷത്തുകാരനാണോ? സാധാരണ ഹിന്ദുവാണ്. സാധാരണ ഹിന്ദു ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എക്കാലത്ത്. അപ്പോൾ പത്രത്തിൽ വരില്ല, TV-യിൽ വരില്ല. പഴയ അവസാനം വന്ന് കോടതിക്കാണ്. കോടതികൾ കാവ്യവൽക്കരിക്കപ്പെടുന്നു. കോടതിയെ പലരും പഴിക്കാറുണ്ട്, കോടതി ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കോടതി അതിൻ്റെ വഴിക്ക് പോകും, നിയമം അതിൻ്റെ വഴിക്ക് പോകും. ജാനുവാബി മോസ്കിൽ ആ ശിവലിംഗി ഇരിക്കുന്ന സ്ഥലം കോർഡൺ ഓഫ് ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി DY ചന്ദ്രചൂഡിനെതിരെ ഒരു വീഡിയോ ഉണ്ടാക്കി ദുഷ്യന്തവേ എന്ന് സീനിയർ വക്കീൽ വിട്ടു. എന്തെല്ലാം ചീത്തയാണ് മനുഷ്യൻ പറയുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇയാൾ അപ്പിയർ ചെയ്യുകയും ചെയ്യും. ചീഫ് ജസ്റ്റിസിന് അതറിയാം ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം ഹൈ പേഴ്സണാലിറ്റീസ് ആണല്ല. ആരെങ്കിലും ചീഫ് ജസ്റ്റിസിനെ ഇത് കാണിക്കാതിരിക്കില്ല. പുള്ളി ഇത് വായിക്കും, ചിരിക്കും, കൊള്ളാം. പിറ്റേ ദിവസം വീണ്ടും ദുഷ്യന്തവ്യ ഹാജരാകും, അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇതൊക്കെ സംഭവിക്കും. ഇതിലൊന്നും കോടതി കുലുങ്ങാനൊന്നും പോകുന്നില്ല. ഏതായാലും കാലം ചിലപ്പോൾ നീതി പുനഃസ്ഥാപിക്കും. കാലത്തിനും സത്യത്തിനും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അല്പം താമസിച്ചാണെങ്കിലും ഉറപ്പായിട്ടും അത് തലപൊക്കി വരും. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.